ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ 2 മോഡിഫൈഡ് ചെയ്ത താറ് കയറ്റുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരുമ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ പഴയ മോഡൽ വണ്ടി, അതായത് നമ്മുടെ മേജറൊക്കെ പോലത്തെ വണ്ടി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് ഓഫ് റോഡിലൊക്കെ ഓടിക്കാൻ പറ്റി കിട്ടില്ല വണ്ടിയാണ്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് ഈ ഒരു ജീപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കുറേ വണ്ടികൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ താറിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള വെർഷൻ, പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാണുന്ന മഹീന്ദ്ര ഓൾഡ് ജീപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഒരു ഫയലാണ്. അപ്പോൾ അതിൻ്റെ ലിവറിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അടിയിൽ ഡൗൺലോഡ് കാണാം. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിലായിരിക്കും എത്തുക. അപ്പോൾ അതേ മീഡിയ ഫയലിൻ്റെ എത്തിയിട്ട് അപ്പോൾ അതേ മല്ലു ഗാരേജ് ജീപ്പ് എന്ന് പറഞ്ഞിട്ട് ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ലിവറിയും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജിലെത്തും. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഏറ്റവും അടിയിൽ ജീപ്പ് ലിവറി എന്ന് പറഞ്ഞിട്ട് ഫയൽ കാണാം. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫയലൊന്ന് ബസ് സിമുലേറ്ററിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത ആ ഫയലിൻ്റെ പേര് നോക്കുക. അതായത് നമ്മുടെ മോഡ് ഫയലിൻ്റെ പേര് മല്ലു ഗാരേജ്, അതാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മൊബൈലിലെ ഫയൽസ് ഓപ്പൺ ചെയ്തതിന് ശേഷം മല്ലു ഗാരേജ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മല്ലു ഗാരേജ് ജീപ്പ് ബസ് ഐ ഡി മോഡ് കാണുക. അത് ക്ലിക്ക് ചെയ്യുക, മോഡ് എടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക, മൂവ് എടുക്കുക, ഇൻ്റർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ഐ ഡി എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. അതേതാണ് വണ്ടി, നമ്മുടെ ജീപ്പിൻ്റെ പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതേ മോഡൽ കുറച്ച് പെട്ടികൾ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒറിജിനാലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. സ്റ്റിയറിങ് നമുക്ക് ഇത്രയാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഗ്ലാസ് കുറച്ച് ഇങ്ങനെ ടിൻറ്റഡ് പോലെ ഇങ്ങനെ കുറച്ച് പൊടി പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ പുറത്തത്തെ വ്യൂ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തത്തെ വ്യൂ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ ജീപ്പുകൾ ഞാനിപ്പോൾ കാണിച്ചത് ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ ഇത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര്, മോഡ് ബസ് ഐ ഡി ഓൾ വെഹിക്കിൾസ് ഇന്ത്യ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയ വീഡിയോ ഷെയറിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.